ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അച്യുതൻ അന്ന് രാവിലെ മുതൽ വല്ലാത്ത ടെൻഷനായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ ഒരു വീട്ടിലേക്ക് പോയി വന്നത് മുതൽ അയാളുടെ സമനില തെറ്റിയിരിക്കുകയാണ്. എപ്പോഴാണ് തന്റെ ജീവന്റെ പാതിയായ മകളെ തന്നിൽ നിന്നും അടർത്തി മാറ്റുക എന്ന പേടി ആ അച്ഛന്റെ ഉള്ളിൽ വല്ലാത്ത തീയായി എരിയുന്നുണ്ടായിരുന്നു. എന്താ അച്ചുവേട്ടാ ഇത്? രാവിലെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. പിന്നിൽ നിന്നും അംബികയുടെ ചോദ്യം കേട്ടു. അച്യുതൻ ഞെട്ടിയൊന്ന് അംബികയുടെ മുഖത്തേക്ക് നല്ല ഉത്കണ്ഠയുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ ഭർത്താവിന്റെ ഈ ഒരു വെപ്രാളം അവൾ കാണാണ്. ഏയ് ഒന്നുമില്ലടോ. അച്യുതൻ മുഖം ധരിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഇന്നലെ ആ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് ഈ മാറ്റങ്ങളൊക്കെ. രാത്രി കിടക്കുമ്പോൾ പറയുന്നു നമുക്ക് നാട്ടിലേക്ക് പോവാമെന്ന്. എന്താ അവിടെ ഉണ്ടായത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ അച്ചുവേട്ടാ. എല്ലാം കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് മനസ്സിലിട്ട് തട്ടിയിട്ട് എന്താ കാര്യം? അംബികയുടെ ശബ്ദത്തിൽ സങ്കടവും പരിഭവവും നിറഞ്ഞു നിന്നു. അച്യുതൻ ഒന്ന് നിശ്വസിച്ചു. അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഒരുപാട് നാളായി നെഞ്ചിൽ മൂടി വെച്ച് ആ വലിയ സത്യം പുറത്തേക്ക് വരാൻ വെമ്പം കൊല്ലുവാണ്. എന്താ അച്ചുവേട്ട പ്രശ്നം? അവൾ വീണ്ടും ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടെ അംബികെ. അച്യുതൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അയാളുടെ ശബ്ദമിടറുന്നുണ്ടായിരുന്നു. എനിക്കറിയാലോ, 22 കൊല്ലം മുൻപുണ്ടായ ആ ഒരു പഴയ അച്യുതനല്ല ഇത്. ഇത് അവളുടെ അച്ഛനാ. നാളെ ഒരു കാലത്ത് കെട്ടിച്ചു വിടേണ്ട പെണ്ണാ അവള്. അങ്ങനെ ഒരു ദിവസം അവളെ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റും. കാരണം അപ്പോഴും അവൾ നമ്മുടെ മോള് തന്നെയാണല്ലോ. അവൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണാമല്ലോ. പക്ഷേ അച്യുതൻ വാക്കുകൾ കിട്ടാതെ തൊണ്ടേറി നിന്നു. എന്താ ചേട്ടാ? അംബികക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അംബികയെ, നിനക്കൊന്ന് ചിന്തിക്കാൻ കഴിയോ? അവളെ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്നത് അവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയുമാണെങ്കിലോ? അവൾ അവിടെ നമ്മുടെ മോളെ തന്നെ തിരികെ ചോദിച്ചാലോ? നിനക്കത് സഹിക്കാൻ പറ്റുമോ? ആ ചോദ്യം അംബികയുടെ ചങ്കൊന്നു കാളി. അവളുടെ മുഖത്ത് ചോരയൊക്കെ വറ്റിപ്പോയി. അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും ആ അമ്മക്ക് കഴിയുമായിരുന്നില്ല. അയ്യോ, എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ അച്ചുവേട്ടാ. അംബിക 2 കൈകൊണ്ട് ചെവി പൊത്തിക്കൊണ്ട് പറഞ്ഞു. പിളർക്കുന്ന വർത്തമാനങ്ങനെ എന്നോടൊന്നും പറയല്ലേ. എനിക്ക് കേൾക്കണ്ട. കണ്ണീരോടെ അത്രയും പറഞ്ഞ് അംബിക വേഗം അടുക്കളയിലേക്ക് നടക്കാൻ നോക്കി. എന്നാൽ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഭൂമിജ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അംബിക പോയപ്പോൾ ഭൂമിജ ഒന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഓർമ്മിപ്പിക്കേണ്ടത്? ഭൂമിജയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അച്യുതൻ ശരിക്കും ഒന്ന് ഞെട്ടി. തന്റെ കള്ളത്തരം പിടിക്കപ്പെട്ടോ എന്നൊരു ഭയം അവളുടെ മുഖത്ത് മിന്നി മറിഞ്ഞു. ഏയ് ഒന്നുമില്ല മോളെ. അയാൾ പരിങ്ങി. ചുമ്മാ കള്ളം പറയല്ലേ അച്ഛാ. ഞാനും കൂടി അറിഞ്ഞിട്ടാണോ ആ രഹസ്യം? എന്തോ വലിയ രഹസ്യം ഇതിനകത്തുണ്ട്. അവൾ കുസൃതിയോടെ ചിരിച്ചു. എന്ത് രഹസ്യം? ഒരു രഹസ്യവുമില്ല, അച്യുതൻ തറപ്പിച്ചു പറഞ്ഞു. ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. അവൾ ചിരിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ ശബ്ദം താഴ്ത്തി അല്പം ഗൗരവത്തിൽ പറഞ്ഞു. അച്ഛാ, എനിക്ക് സീരിയസ് ആയിട്ടൊരു അസുഖമുണ്ട്. അച്യുതൻ്റെ നെഞ്ചൊന്ന് പിടിഞ്ഞു. എന്തു പറ്റി മോളെ? ഈയിടായിട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെ സ്വപ്നങ്ങൾ ഇങ്ങനെ ഇരിച്ചു കയറി വരിക. ഇടക്കും ഉറക്കുമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു സ്വപ്നമാണെങ്കിലും അതിനൊരു മര്യാദയ്ക്ക് വേണ്ടേ? ഇതിപ്പോൾ എല്ലാ ദിവസവും ഞാൻ കാണുന്നുണ്ട്. ഇന്ന് വെളുപ്പിനും കണ്ടു. എന്ത് സ്വപ്നം? അച്യുതൻ്റെ ശബ്ദത്തിൽ ഭയമുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ സത്യൻ സാറിൻ്റെ ഭാര്യയും മക്കളുടെയൊക്കെ ഫോട്ടോ ഞാൻ കണ്ട കാര്യം? ആ ഫോട്ടോയിലെ അമ്മയും കുഞ്ഞും. ആ അമ്മ കുഞ്ഞിൻ്റെ പിന്നാലെ അങ്ങനെ ഓടിക്കളിക്കുന്നു. കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്. ആമി ആമി എന്നാ വിളിക്കുന്നത്. ഭൂമിജ ആലോചനയോട് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി അച്ഛാ. അത്രയും കണ്ടപ്പോൾ തന്നെ ഞാൻ ഉണർന്നു. സത്യൻ സാറിൻ്റെ ഭാര്യയും മകളെയും കാണാതെ പോയതാണെന്ന് തോന്നി. സത്യൻ സാറിൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. ഓർമ്മകളിൽ മുഴുവൻ ആ ഭാര്യയും മകളും മാത്രമായിട്ടാണ് പുള്ളി ജീവിക്കുന്നത്. ഭൂമിജ ഇത് പറയുമ്പോൾ അച്യുതൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നിലങ്ങ് കടന്നുപോയി. സത്യങ്ങൾ എങ്ങനെയൊക്കെയോ അവളെ തേടി വരികയാണെന്ന് അയാൾക്ക് മനസ്സിലായി. ആമി, അതവളുടെ യഥാർത്ഥ പേരാണ്. അഭിരാമി. ഈ സത്യം അവളെങ്ങാനും മറന്നു കഴിഞ്ഞാൽ അയാൾ വെറുതെ എങ്ങും വല്ലാതായി. അച്ഛാ, എന്താ എൻ്റെ സ്വപ്നലോകത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നത്? അവൾ അയാളെ തട്ടി വിളിച്ചു. അച്ഛാ, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. ഞാനിപ്പോൾ പോയിട്ട് വരാം. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അച്യുതൻ വിളിച്ചു. മോളൊന്ന് നിന്നേ. എന്താച്ചാ? മോളെ മാലൊന്ന് ഊരി തന്നെ. അയാൾ അവളുടെ കഴുത്തിലേക്ക് കിടക്കുന്ന സ്വർണ്ണമാലയിലേക്ക് വിരച്ചൂടി. എന്തിന്? അവൾക്ക് സംശയമായി. അതൊന്നുമില്ല. ഈ മോഡലിൽ എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണിക്കാനാ. ഇതുപോലെ മോൾക്ക് പണിയാൻ വേണ്ടിയിട്ടാ. അയാൾ കള്ളം പറയുമ്പോൾ മുഖത്ത് നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത് ഏത് കൂട്ടുകാരനാച്ചാ? അതൊന്നും നിനക്കറിയില്ല. ഭൂമിജയ്ക്ക് എന്തോ പന്തികേട് തോന്നി. അവൾ അച്ഛനെ തന്നെ സൂക്ഷിച്ചു നോക്കി. എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അച്ഛനെ കള്ളത്തരം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അവൾ കഴുത്തിൽ കിടക്കുന്ന മാല ഊരി അച്യുതൻ്റെ കയ്യിൽ കൊടുത്തു. എന്നാ ഞാൻ പോയിട്ട് വരാം അച്ഛാ. മാലയിടാതെ അവൾ പുറത്തേക്ക് നടന്നു. അച്യുതൻ ആ മാലയിലേക്ക് തന്നെ നോക്കി നിന്നു. അഭിരാമിയെ അവളുടെ സ്വന്തം അച്ഛനെയും അമ്മയെയും തിരിച്ചു കിട്ടാനുള്ള ഒരു വഴി ഈ ഒരു തെളിവ് മാലയാണ്. അത് ഇവൾ ഇട്ട് നടന്നാൽ പിന്നെ ആരെങ്കിലും കാണും. ഒടുവിൽ അവൾ അഭിരാമി തന്നെയാണെന്ന് സത്യൻ സാർ തിരിച്ചറിയും. അതിന് സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ ഒരു മാല ഊരിച്ചു വാങ്ങിച്ചത്. മാല കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടതിന് അയാൾ ഒരു നെടുവീർപ്പോടുകൂടെ അകത്തേക്ക് കയറിപ്പോയി. ഇതേ സമയം കോഫി ഹൗസിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം നോക്കുന്ന അവൾക്ക് അച്ഛൻ്റെ അടിയന്തര സർജറിക്ക് വലിയൊരു തുക ആവശ്യമായി വന്നിരിക്കുകയാണ്. ഭൂമി താഴ്വാരം പോലീസ് സ്റ്റേഷനിലേക്ക് ചേർന്ന് അവൾ നടത്തുന്ന കോഫി ഹൗസിൻ്റെ എപ്പോഴും നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് സാമ്പത്തികമായി യാതൊരുവിധ ബുദ്ധിമുട്ടില്ലെന്നാണ് നാട്ടുകാരുടെ വിചാരം.
ട്രസ്റ്റ് ഓഫീസിലെ മാനേജറുടെ മുറിയിൽ അവൾ പ്രതീക്ഷയോടെ ഇരുന്നു. അവളുടെ അപേക്ഷാ ഫോം നോക്കിക്കൊണ്ട് അയാൾ തലയാട്ടി. നിങ്ങളുടെ ധനസഹായത്തിനുള്ള അപേക്ഷ ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷേ മാനേജർ ഒന്ന് നിർത്തി. താഴ്വാരം പോലീസ് സ്റ്റേഷനോട് ചേർന്ന് നിങ്ങൾ ഒരു കോഫി ഹൗസ് നടത്തുന്നുണ്ടല്ലോ. അവിടെ നല്ല തിരക്ക് കാണുമല്ലോ. സാമ്പത്തിക ശേഷിയുള്ള ആളാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിഞ്ഞു. അയ്യോ സാറേ, അത് വെറും പുറമോടി മാത്രമാണ്, ഭൂമിജി സങ്കടത്തോടെ പറഞ്ഞു. അതിനുള്ള വരുമാനമൊന്നും എനിക്കതിൽ നിന്ന് കിട്ടുന്നില്ല. വളരെ തുച്ഛമായ ലാഭം മാത്രമാണ് ആ കടയിൽ നിന്നും എനിക്ക് കിട്ടുന്നത്. പോരാത്തതിന് ആ കോഫി ഹൗസിന്റെ പേരിൽ ബാങ്കിൽ വലിയൊരു ലോണുമുണ്ട്. അച്ഛൻ്റെ സർജറി എത്രയും പെട്ടെന്ന് തന്നെ നടന്നില്ലെങ്കിൽ ക്ഷമിക്കണം ഭൂമിജ. മാനേജർ അവളുടെ വാക്കുകളെ മുറിച്ചു. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയത്തുള്ളൂ. ഞങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ആപ്ലിക്കേഷൻ തള്ളിക്കളയുന്നു എന്നാണ്. എന്തായാലും ഈ ട്രസ്റ്റിലെ ഫണ്ട് യഥാർത്ഥത്തിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ്. അത്രയും പറഞ്ഞ് അയാൾ അപേക്ഷ അവളുടെ നേരെ തിരിച്ചു നീട്ടി. അത് നീട്ടി വാങ്ങുമ്പോൾ അവളുടെ കൈകൾ ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. കണ്ണ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ വല്ലാതെ പാടുപെട്ടു. ഒന്നും പറയാതെ അവൾ അവിടെ നിന്നും ഇറങ്ങി. പിന്നീട് അവൾ പോയത് നാട് ഭരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയക്കാരനെ കാണാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിന് അപേക്ഷിച്ചിട്ട് ദിവസങ്ങളായി. അതൊന്ന് വേഗത്തിൽ ആക്കാൻ ഇയാൾക്ക് കഴിയും. വലിയൊരു വീടിന്റെ ഉമ്മറത്ത് കുറച്ച് അനുയായികൾക്ക് നടുവിലായി അയാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭൂമിജി തന്റെ ആവശ്യം അയാളോട് പറഞ്ഞു. അതൊക്കെ അതിന്റെ മുറ പോലെ നടക്കും, ഞാൻ അന്വേഷിക്കട്ടെ, അയാൾ വളരെ ലാഘവത്തോടെ പറഞ്ഞു. എന്നാലും സർ ഒന്ന് ഇടപെട്ടാൽ കുറച്ചും കൂടി വേഗം കൂടുമായിരുന്നു എന്ന്. അച്ഛന് എമർജൻസി ആയിട്ട് ഒരു സർജറി വേണം, അത്രമാത്രം അത്യാവശ്യം ഉള്ളതുകൊണ്ടാണെന്ന് ഭൂമിജ കെഞ്ചി. അയാൾ അവളെ ഒന്ന് അടിമുടി നോക്കി. അല്ല, നിങ്ങൾ ഏത് പാർട്ടിയാ? ഈ രോഗി ഏത് പാർട്ടിയാ? നിങ്ങളുടെ കുടുംബത്തിൽ എത്ര വോട്ടുണ്ട്? ഭൂമിജി ശരിക്കും അമ്പരന്ന് പോയി. ജീവൻ മരണ പോരാട്ടത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന ഇയാളെ അവൾക്ക് പുച്ഛം തോന്നി. എങ്കിലും അവൾ ശാന്തമായി പറഞ്ഞു. ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. 3 പേർക്കും വോട്ടുണ്ട്. ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞില്ലല്ലോ. ആർക്കാ വോട്ട് ചെയ്യാറ്? അയാൾ വിടാൻ ഭാവമില്ലായിരുന്നു. അത് വെളിപ്പെടുത്താൻ പറ്റില്ല സാറേ, അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. ഭൂമിജിയുടെ ശബ്ദത്തിന് ഇപ്പോൾ നല്ല ഉറപ്പുണ്ടായിരുന്നു. അയാൾ ചിരിച്ചു. ഇതല്ലല്ലോ നീ ഏതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നീ ആ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ചായക്കട നടത്തുന്ന പെണ്ണല്ലേ? അവിടെ ഇഷ്ടംപോലെ തിരക്കൊക്കെ ഉണ്ടല്ലോ. അതുമാത്രമല്ല, നീ ആൾക്കാർക്ക് പരാതി മറ്റും എഴുതി കൊടുക്കുന്നുണ്ട്. നീ എഴുതി കൊടുക്കുന്ന പരാതിയുമായി ആ പോലീസ് സ്റ്റേഷൻ ചെന്നവരുടെ കാര്യങ്ങളൊക്കെ നേരെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ രാഷ്ട്രീയക്കാരുടെ അടുത്തേക്ക് വരേണ്ടത്? ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് വേണം പോലീസുകാർ അവിടെ നിന്ന് വിടാനോ കേസെടുക്കാനൊക്കെ. അയാളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നു. എന്തായാലും നിന്റെ അച്ഛന് ചികിത്സക്കുള്ള വഴി എല്ലാ തടസ്സങ്ങളും ഞാൻ നോക്കും. നീ നോക്കിക്കോ. ഭൂമിജയ്ക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സങ്കടം മാറി അവൾ നേരെ ദേഷ്യം അങ്ങ് തിളച്ചു മറിഞ്ഞു. അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചു. താനൊക്കെ ആരാന്നാടാ താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവളുടെ ഉറക്കിയുള്ള ശബ്ദം കേട്ട് ചുറ്റും നിന്ന് ആൾക്കാരൊക്കെ ഞെട്ടി. ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നതാണ്. പക്ഷേ ഇപ്പോഴും ആ സ്വാതന്ത്ര്യം സാധാരണക്കാർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് മാത്രമേ ഇവിടെ സ്വാതന്ത്ര്യമുള്ളൂ. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ സാധാരണക്കാരുടെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കുന്ന നിങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് അവൾ ഗമയിൽ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു. ഇതേ സമയം സൗഭാഗ്യ തറവാടിന്റെ മുത്തശ്ശി കടുത്ത ദേഷ്യത്തിലായിരുന്നു. രാവിലെ മുതൽ ഒരു തുള്ളി വെള്ളം അവർ കഴിച്ചിട്ടില്ല. അമ്മേ, ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നാ എങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് കഴിക്ക്. അജയുടെ അമ്മ സ്നേഹത്തോടുകൂടെ നിർബന്ധിച്ചു. എനിക്ക് ആഹാരമൊന്നും വേണ്ട, മുത്തശ്ശി വാശി പിടിച്ചു. എനിക്കറിയാം, ഈ അഞ്ജനയുടെ കാര്യം കൊണ്ടല്ലേ അമ്മക്ക് ഈ പ്രശ്നം. മാധവൻ മുത്തശ്ശിയുടെ അടുത്തായി ഇരുന്നു കൊണ്ട് ചോദിച്ചു. പോട്ടെ അമ്മേ, അത് വിട്ടുകള. എന്തായാലും ഡൽഹിയിൽ വെളിയിൽ താമസിക്കുന്ന കുട്ടിയല്ലേ അവള്. വല്ല ചീത്ത കൂട്ടുകെട്ടിലൊക്കെ പോയി പെട്ടിട്ടുണ്ടാവും. എന്നിട്ട് മാധവൻ സംഗീതയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് കളിയാക്കി പറഞ്ഞു. ദേ സംഗീതേ, നീ ഈ മാധവന് ഒരു 5000 രൂപ എടുത്തു കൊടുത്തേ. അയ്യേ, എൻ്റെ കയ്യിലൊന്നുമില്ല. എന്തിനാ അമ്മാവ പൈസ? സംഗീത ചോദിച്ചു. അല്ല, നീ പോയിട്ട് ആവശ്യമുള്ള മദ്യം മേടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് കുടിക്ക്. വേണമെങ്കിൽ ഇച്ചിരി ആ അജയ്ക്കും കൊടുത്തേക്ക് സംഗീതേ. ഇവൻ ആവശ്യമുള്ളതൊക്കെ വെച്ച് വിളമ്പി കൊടുക്ക്. മാധവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ മാധവ ഇത്? ഞാൻ മദ്യപിക്കില്ലല്ലോ. സംഗീത മുഖം ചുളിച്ചു. അല്ല, മദ്യപിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ വാചകവും നിന്റെ കയ്യിലുണ്ടല്ലോ. പിന്നെന്തിനാ മദ്യപിക്കാതിരിക്കുന്നത്? അങ്ങ് കുടിച്ചോന്നേ. സോറി അമ്മാവ, സംഗീത തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അജയന്റെ അമ്മ മുത്തശ്ശിയുടെ കൈ പിടിച്ചു. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ടമ്മേ. അമ്മ വന്ന് ആഹാരം കഴിക്ക്. അമ്മക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ. അജയുടെ ക്യാരക്ടർ ഇതാണെങ്കിൽ പിന്നെ അജയുടെ തോളത്ത് അവളെ കയറ്റാനൊന്നും ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല. അജയന്റെ അമ്മ തറപ്പിച്ചു പറഞ്ഞു. ഭവാനിയും അഞ്ജലിയും വിളിച്ച് സംസാരിച്ച് അമ്മ ഒരു തീരുമാനത്തിൽ എത്തണം. നിർത്ത്. വേണമെങ്കിൽ ഈ നിശ്ചയം നമുക്ക് നീട്ടിവെക്കാം. ഭവാനിയും അഞ്ജലിയും ഇങ്ങോട്ടേക്ക് വിളിക്ക്. അങ്ങനെ ആ ബഹളത്തിനിടയ്ക്കാണ് വേലക്കാരി ഓടി വന്നത്. അമ്മേ, ഭവാനി മേഡത്തിനെ അഞ്ജന മേഡത്തിനെയും ഇവിടെ എങ്ങും കാണുന്നില്ല. അവരുടെ മുറി തുറന്നു കിടക്കുവാണ്. അവരെ എങ്ങോട്ടേക്ക് പോയെന്നും അറിയില്ല. നിന്നോട് പറയാത്തതാണോ?
നിന്നോട് പറയാതെയാണോ അവർ പോയത്? സംഗീത ചോദിച്ചു. ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അജയ് അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു. അവന്റെ മുഖത്ത് അമ്പരപ്പായിരുന്നു. മുത്തശ്ശി, ഭവാനിയന്റെയും അഞ്ജനിയും എങ്ങോട്ടേക്ക് പോയതാ? അവരെങ്ങും കാണുന്നില്ലല്ലോ. ദൈവമേ, ഇതവരെവിടെ പോയി? മുത്തശ്ശിയും ആകെ പരിഭ്രമിച്ചു. പെട്ടെന്നാണ് മാധവന്റെ ഫോൺ അടിച്ചത്. എല്ലാവരും നിശബ്ദമായി നിന്നു. മാധവൻ ഫോണെടുത്ത് സംസാരിച്ചു. മറുവശത്ത് അമ്പലത്തിൽ നിന്നും പൂജാരിയായിരുന്നു വിളിച്ചിരുന്നത്. കാര്യങ്ങളൊക്കെ കേട്ട് മാധവന്റെ മുഖം വിളറി. എന്താ നടക്കുന്നതെന്നറിയാതെ എല്ലാവരും മാധവനെ തന്നെ നോക്കി. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഭവാനിയുടെയും അഞ്ജനയുടെയും വലിയൊരു നാടകമായിരുന്നു. ഈ സൗഭാഗ്യ മുത്തശ്ശിയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അഞ്ജനയുടെ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി അമ്പലത്തിൽ പോയിരിക്കാണ്. അഞ്ജന കയ്യിൽ കർപ്പൂരം കത്തിക്കുന്നതും കാത്ത് പൂജാരി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട ഉടനെ പൂജാവിന്റെ മാധവനെ വിളിച്ച് മുത്തശ്ശി വിവരം അറിയിച്ചു. എല്ലാം ഭവാനി പറഞ്ഞു കൊടുത്ത പ്ലാന് പ്രകാരം. എന്താ മാധവ വിളിച്ചത്? ആരാ? മുത്തശ്ശി ചോദിച്ചു. അമ്മേ, അത് അമ്പലത്തിലെ തിരുമേനിയാ. അഞ്ജന അവിടെയുണ്ട്. അവൾ 25 തവണ ശയന പ്രദക്ഷിണം നടത്തി. അതിനുശേഷം കയ്യിൽ കർപ്പൂരം എത്തിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുവാണത്രേ. വേഗം വന്ന അവളെ രക്ഷിക്കാമെന്നാ തിരുമേനി പറയുന്നത്. മാധവൻ കിതപ്പോടെ പറഞ്ഞു. അപ്പോൾ അവളുടെ അമ്മ ഭവാനി അവിടെയില്ലേ? അജയുടെ അമ്മ ചോദിച്ചു. ഉണ്ട്, അവർ പറഞ്ഞിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്. അവർ എത്ര പറഞ്ഞിട്ടും അവൾ അനുസരിക്കില്ലെന്നാ തിരുമേനി പറയുന്നത്. എൻ്റെ ഭഗവതി, മുത്തശ്ശി നെഞ്ചത്തടിച്ചു പറഞ്ഞു. വാമോനെ, അജയ് വേഗം തന്നെ വണ്ടിയെടുക്ക്, നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോവാം. അമ്പലമുറ്റത്ത് വലിയൊരു നാടകം അരങ്ങേറുന്നുണ്ടായിരുന്നു. ഭവാനി നിലവിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്നു. അപ്പോഴേക്കും അജയിന്റെ കാർ അമ്പലമുറ്റത്ത് വന്നു നിന്നു. സൗഭാഗ്യയും അജയും മാധവനും സംഗീതമുഖത്തിന്റെ പരിഭ്രാന്തിയോട് പുറത്തേക്കിറങ്ങി. അവരെ കണ്ട ഉടനെ ഭവാനി ഓടിച്ചെന്ന് മുത്തശ്ശിയുടെ കാലിൽ വീഴാൻ തുടങ്ങി. അമ്മേ, എൻ്റെ മോൾ വലിയൊരു അവിവേകം കാണിച്ച് ചെയ്യുവാണ്. മുത്തശ്ശി എന്ന് പറഞ്ഞ അവൾക്ക് ജീവനാ. ഇന്നലെ അവൾ ചെയ്ത ആ ഒരു തെറ്റോർത്തിട്ട് അവൾ സ്വയം അങ്ങ് ജീവൻ കളയാൻ നോക്കിയതാ. സ്വയം പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ് 25 റൗണ്ട് അവൾ അമ്പലമുറ്റത്ത് കിടന്ന് ശയന പ്രദക്ഷിണം ചെയ്തു. ഭവാനി കണ്ണുനീർ വാർത്ത അഭിനയിച്ച് തകർത്തു. എവിടെ അവളെ? മുത്തശ്ശി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. മുത്തശ്ശിയുടെ മനസ്സ് വേദനിച്ചതില്ല അവൾക്ക് സങ്കടം. മുത്തശ്ശിയുടെ മുന്നിൽ, ദേവിക്ക് മുന്നിൽ പ്രായശ്ചിത്തം ചെയ്യാൻ നടത്തുവാണ് അവള്. ദേ കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് നിൽക്കുക. എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലമ്മേ, എൻ്റെ മോളിനെ രക്ഷിക്കണമെന്ന് ഭവാനി ഉറക്കെ കരഞ്ഞു. എല്ലാവരും മന്ദം വിട്ട് നിൽക്കാണ്. അവർ വേഗം അമ്പലത്തിന്റെ നടയിലേക്ക് ഓടി. അവിടെ ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിലായി കണ്ണുകളൊക്കെ ഇറുക്കി അടച്ചുകൊണ്ട് കൈകളിൽ ഇങ്ങനെ കർപ്പൂരം പിടിച്ചു നിൽക്കുമായിരുന്നു അഞ്ജന. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവമുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മുത്തശ്ശിയുടെ ഹൃദയം പിളർന്നു. മോളെ എന്ന് വിളിച്ച് അവർ ഓടിച്ചെന്ന് അഞ്ജനയുടെ കയ്യിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കർപ്പൂരം അങ്ങ് തട്ടി താഴെ കിട്ടു. അഞ്ജന കണ്ണു തുറന്ന് സങ്കടത്തോടെ മുത്തശ്ശിയെ നോക്കി. അവളുടെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ മോളെ ഇത്? കയ്യിൽ നല്ലോണം പൊള്ളിയിട്ടുണ്ടല്ലോ. അഞ്ജന പൊട്ടിക്കരഞ്ഞു പോയി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു മുത്തശ്ശി? എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയോട് ഞാൻ വലിയ തെറ്റ് ചെയ്തു. അച്ഛനില്ലാതെ വളർന്ന എന്നെ ഒരുപാട് സ്നേഹിച്ചതല്ലേ മുത്തശ്ശി? ഇന്നലെ ആ പൂജയ്ക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. അവരെന്നെ നിർബന്ധിച്ച് റൂമിൽ വെച്ച് കുടിപ്പിച്ചതാ. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു മുത്തശ്ശി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഓർമ്മയില്ല. ആ ഡൽഹിയിലായിരുന്നപ്പോൾ ഞാൻ മദ്യം പോലും തൊട്ടിട്ടില്ല. മുത്തശ്ശിയല്ലേ എൻ്റെ വഴികാട്ടി. അവളുടെ കണ്ണീരും അഭിനയും ആരുടെയും കരളലിയിക്കുന്നതായിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടുനിന്ന അജയ്ക്ക് എന്തോ സംശയം ഉള്ളിൽ തോന്നി. ഇവൾ കള്ളം പറയാണോ എന്ന് അവൻ ഇങ്ങനെ തോന്നിപ്പോയി. മുത്തശ്ശി കാര്യം പറയാതെ മോളെ ശകാരിച്ചു. അതുതന്നെയാ കാര്യം. മുത്തശ്ശിയുടെ ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. അഞ്ജനയോട് അവർക്ക് വല്ലാത്ത അലിവ് തോന്നി. പോട്ടെ, എല്ലാം കഴിഞ്ഞല്ലോ. ഭവാനി പെട്ടെന്ന് ഇടപെട്ടു. അമ്മേ, ഇവൾക്ക് അജയ് എന്ന് വെച്ചാൽ ജീവനാ. അജയ് ഇല്ലാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയില്ല. അതേ മുത്തശ്ശി, എനിക്ക് അജയ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അഞ്ജന അജയനെ നോക്കി കണ്ണീരോടുകൂടെ പറഞ്ഞു. ഞാൻ അജയനെ ഒരുപാടധികം സ്നേഹിച്ചു പോയി മുത്തശ്ശി. മുത്തശ്ശി സ്നേഹത്തോടെ അഞ്ജനയുടെ തലയിൽ ഇങ്ങനെ തലയൊടി. ഇല്ല മോളെ, എൻ്റെ തീരുമാനം മാറ്റിയിട്ടൊന്നുമില്ല. എൻ്റെ അജയ് നിന്നെ തന്നെ വിവാഹം കഴിക്കും. ഇത് കേട്ട് ഭവാനിക്കും അഞ്ജനക്കും ഉള്ളിൽ വലിയ സന്തോഷമായി. ഭവാനിയുടെ മുഖത്ത് ഒരു വിജയച്ചിരി മിന്നി മറഞ്ഞു. മോനെ അജയ്, നീ ഇങ്ങോട്ടേക്ക് വാ, മുത്തശ്ശി വിളിച്ചു. എന്നിട്ട് അജയ് മടിയോട് മുന്നോട്ട് വന്നു. മുത്തശ്ശി അജയുടെ കൈ നീട്ടി പിടിച്ചുകൊണ്ട് അതിലേക്ക് അഞ്ജനയുടെ കൈ അങ്ങ് വെച്ചു കൊടുത്തു. നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് ഒരുപാട് കാലം ജീവിക്കണം. ആ തീരുമാനത്തിൽ ഒരിക്കലും ഞാൻ മാറ്റം വരുത്തുന്നില്ല, മുത്തശ്ശി ഉറപ്പിച്ചു പറഞ്ഞു. അജയുടെ ചങ്ക് തകർക്കുന്നത് പോലെയായിരുന്നു ആ ഒരു നിമിഷം. അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അവന്റെ പ്രിയപ്പെട്ട പെണ്ണായിരുന്നു. അവളുടെ നിഷ്കളങ്കമായ മുഖവും ചിരിയും അവനോടൊപ്പം തന്നെ ചിലവഴിച്ച നല്ല നല്ല നിമിഷങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അതൊരു വിങ്ങലായി തന്നെ നിറഞ്ഞു നിന്നു. അഞ്ജനയുടെ കൈ പിടിക്കുമ്പോഴും അവന്റെ ഹൃദയം മറ്റൊരുത്തായിരുന്നു. മോളൊന്ന് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ, നല്ലോണം പൊള്ളിയിട്ടുണ്ട്, മുത്തശ്ശി ഭവാനിയോട് പറഞ്ഞു. അവരെല്ലാവരും ചേർന്ന് തിരികെ പോവാൻ തുടങ്ങി. അവർ പോയി കഴിഞ്ഞ് അമ്പലമുറ്റത്ത് ഭവാനിയും അഞ്ജനും മാത്രം ബാക്കിയായി. അവരുടെ മുഖത്ത് സങ്കടവും കണ്ണീരും പെട്ടെന്ന് മാഞ്ഞുപോയി.
ഭവാനി ബാഗിൽ നിന്നും കുറച്ച് പണം എടുത്ത് അവൾക്ക് നേരെ വീട്ടി. അതെ, നാടകം കളിച്ച ആ പൂജാരിക്ക് കൊടുത്തു. അയ്യോ, ഇനി ആശുപത്രിയിൽ പോവേണ്ടേ മോളെ? നല്ല വേദനയുണ്ടോ നിനക്ക്? ഭവാനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ വല്ലാത്ത വേദനയുണ്ട്. അഞ്ജനയും പരിഹാസത്തോട് ചിരിച്ചു. എന്നാൽ പിന്നെ മോളൊരു കാര്യം ചെയ്യേ, കയ്യിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിക്കർ അങ്ങോട്ടേക്ക് എടുത്തു കളാ. അഞ്ജന വളരെ നിസ്സാരമായി തൻ്റെ കയ്യിൽ ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു കൃത്രിമ തൊലി അങ്ങ് വലിച്ചൂരി താഴേക്കിട്ടു. അവളുടെ കയ്യിൽ ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല. കർപ്പൂരം കത്തിച്ച് ആ കൃത്രിമമായ ഒരു തൊലിയിലായിരുന്നു. അജയൻ്റെ ഉള്ളിലെ ആ ഒരു പോലീസുകാരൻ ഉണരുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്ന് അഞ്ജന പറഞ്ഞു. ഇനി നമ്മൾ പേടിക്കേ വേണ്ട, ഭവാനി വിജയഭാവം കൊണ്ട് പറഞ്ഞു. ആ കഴിഞ്ഞ് കിഴവനെയൊക്കെ വിഡ്ഢിയാക്കാൻ എനിക്കൊരു പ്രയാസവുമില്ല. ആ വിഡ്ഢി കോളേജിലാണ് മാധവനും സംഗീതമൊക്കെ പഠിക്കുന്നത് തന്നെ. എൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു അമ്മേ? അഞ്ജന ഗമയിൽ ചോദിച്ചു. നീ പൊളിച്ചടുക്കിയല്ലോ. ഭവാനി ചിരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ പറയും. പഠിക്കാനോ അതോ പഠിപ്പിക്കാനോ? അഞ്ജന കണ്ണിറുക്കി. ശരിയാ, നിനക്ക് അവിടെ പോയിട്ട് അവരൊക്കെ പഠിപ്പിക്കാൻ പറ്റും. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് നല്ലൊരു ബെസ്റ്റ് ഹോട്ടലിലേക്ക് വിട്ടാലോ? അമ്മയുടെ വക വേണം ഇന്നൊരു ട്രീറ്റ്. ഓ പിന്നെന്താ, വാ പോവാമെന്ന് അഞ്ജന സന്തോഷത്തോടെ അമ്മയുടെ തോളിൽ കൈയിട്ട് പറഞ്ഞു. വലിയൊരു വിജയം നേടിയതിൻ്റെ അഹങ്കാരത്തിലായിരുന്നു അവർ രണ്ടുപേരും. ഇതേ സമയം ഭൂമിജ അച്യുതനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ പുറത്തേക്ക് വന്ന് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, അച്യുതന്റെ നില വളരെയധികം ഗുരുതരമാണ്, വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് സർജറി നടന്നില്ല എങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല. ആ വാർത്ത കേട്ട് തകർന്നു നിൽക്കുകയായിരുന്നു ഭൂമിജ. അവളുടെ ലോകം തന്നെ അന്ധകാരത്തിലേക്കെന്ന പോലെ അവൾക്ക് തോന്നി. പണത്തിന് വേണ്ടിയിട്ടില്ല അവളുടെ ഓട്ടമെല്ലാം വേണ്ടിയിട്ടില്ല അവളുടെ ഓരോ ഓട്ടങ്ങളും പരാജയപ്പെട്ടിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആശുപത്രി ചുവരിലേക്ക് അങ്ങ് ചാരി നിന്നു. ഇതേ സമയം മറ്റൊരു കോണിൽ സത്യങ്ങളെല്ലാം മൂടിവെക്കാൻ ശ്രമിക്കുന്ന ചില ഇരുണ്ട ശക്തികൾ ഉണരുന്നുണ്ടായിരുന്നു. ഭൂമിജയും അച്യുതനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ കൊട്ടേഷൻ സംഘം തങ്ങളുടെ വല വീശി കഴിഞ്ഞിരുന്നു. ഭൂമിജയും അച്യുതനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് കൊട്ടേഷൻ സംഘം എത്തി. അച്യുതനും അവളും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം, അവൾ ആരാണെന്ന് ആ വലിയ സത്യം, അത് പുറത്തു വരുന്നിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കില്ല. അങ്ങനെ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് ഒരു മുന്നോടിയായിട്ടുള്ള ഭയാനകമായ നിശബ്ദതയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. അങ്ങനെ ഇവർ വിവാഹിതരായ സീരിയലിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.